നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദിയും നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നതും പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ബലികർമാദികളും വളരെ വിശേഷപ്പെട്ടതാണ്. ഈ 2026 ആഗസ്റ്റ് മാസം 12-ാം തീയതി രാവിലെ 1:53 കർത്തവാവ് ആരംഭിക്കുന്നത്. അത് 2026 ആഗസ്റ്റ് മാസം 12-ാം തീയതി രാത്രി 11 മണി വരെ ഈ കർത്തവാവ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ആഗസ്റ്റ് 12-നാണ് യഥാർത്ഥമായിട്ട് നമുക്ക് വാവ് ബലി നടത്തേണ്ടത്. ഈ കർത്തവാവിന് നമുക്ക് പുണ്യം കിട്ടുന്നതും പൂർവികർ ചെയ്തിട്ടുള്ള ദോഷങ്ങളുടെ ദുരിതത്തിനും പിതൃഗതിക്കും മുക്തിക്കും വേണ്ടി ചെയ്യുന്ന ക്രിയാദികളാണ് ഈ പിതൃബലി എന്ന് പറയുന്നത്. നമ്മൾ ഏത് മതമായിരുന്നാലും നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പൂർവികരുണ്ട്, അപ്പൂപ്പന്മാരുണ്ട്. അങ്ങനെ പിതൃവംശേ മൃതായേജ മാതൃവംശൈ തദൈവജ ഗുരും ശിശുര ബന്ധൂനാം ഏ ചാനേ പാന്തവാ സ്മൃതാനാണ്. അങ്ങനെ അച്ഛൻ വഴി മരിച്ചു പോയിട്ടുള്ള ബന്ധുക്കൾ, അച്ഛൻ്റെ അച്ഛൻ, കൊച്ചച്ഛൻ, വലിയച്ഛൻ, അങ്ങനെയുള്ള പിതൃവംശേ മൃതായേജ മാതൃവംശൈ തദൈവജ. അതേപോലെ അമ്മ വഴിയിൽ മരിച്ചു പോയിട്ടുള്ള പിതൃക്കൾ, അമ്മ, കുഞ്ഞമ്മ, വല്യമ്മ, അമ്മമ്മ, അമ്മാമ്മേരെ അച്ഛനും കൊച്ചച്ഛനും വലിയച്ഛനും അങ്ങനെയൊക്കെ, അത് മാതൃവംശേ. അതാണ് പിതൃവംശേ മൃതായേജ മാതൃവംശൈ തദൈവജ. അപ്രകാരം അമ്മ വഴി മരിച്ചു പോയിട്ടുള്ളത്. ഗുരുഞ്ച നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള എത്രയോ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെല്ലാം വിദ്യകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നഴ്സറി മുതൽ ഇന്നത് വരെ പല ഗുരുക്കന്മാരുടെയും അറിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഗുരുക്കന്മാർ, ശിശു എന്ന് വെച്ചാൽ പൊടിയിലെ കൊച്ചു പിള്ളേർക്ക് ബലിയിടാമോ എന്ന് പലവരും ചോദിക്കുന്നുണ്ട്. കൊച്ചിലെ അബോർഷനായി പോയതുകൊണ്ട്, ഹാർട്ട് ബീറ്റ് ഇല്ല, വളർച്ചയിലും കൊണ്ട് കൊന്നിട്ടുള്ള ഒരുപാട് കൊച്ചുങ്ങളുണ്ട്. അതേപോലെ ജനിച്ചിട്ട് മരിച്ചു പോയിട്ടുള്ള കൊച്ചുങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ സന്താനങ്ങളുടെ ചാവിൻ്റെയൊക്കെ കുഴപ്പങ്ങളെന്നൊക്കെ അതിന് പറയും. അങ്ങനെയുള്ള ബാല്യ ദുരിതങ്ങൾ, ബാല്യമാരുടെ മരണങ്ങൾ വന്നിട്ടുള്ള ശിശുക്കളുടെ മരണം കൊണ്ടുള്ള ആത്മാക്കളുടെ അലഞ്ഞുള്ള സ്ഥിതി. ബന്ധുവിന, പിന്നെ ഏത് ബന്ധു? അച്ഛൻ്റെ ബന്ധുക്കളും അമ്മയുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞ ഭർത്താവിൻ്റെ ബന്ധു, ഭാര്യയുടെ ബന്ധു. ഒരു ബന്ധമില്ലാത്ത നമുക്ക് ആരെല്ലാം നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും സ്നേഹിതരും അനുയായികളും ഒക്കെ നമുക്ക് ആരെല്ലാം ചായ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, ചോറ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെല്ലാം ചെയ്തു തന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം? ഇല്ല. നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെ നമ്മൾ കഴിക്കണമെങ്കിലും അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള, നമുക്ക് അന്നം പൈസ കൊടുത്ത് നമ്മൾക്ക് ചോറ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ ആ ധാന്യങ്ങൾ, മലക്കറികൾ, ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ബലി നമ്മൾ ആചരിക്കുന്നത്. അങ്ങനെ കോപക പ്രേതസ്യ കുരിയാ തനയ വിഹനനഞ്ച ആമയാദീൻ അനർത്താൻ തൽപ്രീതൈ പാർവണാദ്യം പിതൃഗണമനം പ്രീണനം സാർത്ഥകർമ്മ കുരിയാ ക്ഷേത്രപിണ്ഡം തിലഹവനമത ബ്രാഹ്മണാനാഞ്ചഭുക്തി പ്രീതാഹ പ്രേത വിതരി സകലക സമ്പദ സന്തതിഞ്ച. അങ്ങനെ കോപക പ്രേതസ്യ, പിതൃക്കൾ കോപിക്കും. എങ്ങനെ കോപിക്കും? നിങ്ങളെ ശരീരത്തിൽ ഓടുന്ന രക്തം നിങ്ങൾക്കുള്ളതല്ല, അവരെ ശരീരത്തിൽ നിന്ന് കിട്ടിയതാണ്. അത് നിങ്ങളെ പഠിപ്പിച്ച് വളർത്തി പാലൂട്ടി, അതേപോലെ നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്ത അച്ഛനമ്മമാരോട് നമുക്കൊരു കടപ്പാടുണ്ട്. അപ്പം മരണാനന്തരം അവരുടെ ആത്മാവിന് ഗതി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പം ഒരു സഖാവ് മരിച്ചു പോയാൽ തന്നെയും അവർക്ക് ഒരു ശരിക്കും പറഞ്ഞ ഒരു രക്തസാക്ഷി മണ്ഡപങ്ങളും ഉണ്ടാക്കി വെച്ച് പേരൊക്കെ വെച്ച് അവിടെ പുഷ്പാർച്ചനയൊക്കെ നടത്തി, അവർ യുക്തിവാദികളോ ഭക്തിവാദികളല്ലെങ്കിൽ പോലും അവർ ആ ധീരനായിട്ടുള്ള സഖാക്കന്മാരെ സ്മരിക്കുന്നുണ്ട്, ചെയ്യുന്നില്ലേ? അവർ കുഴിക്കര പൂവിട്ട് തൊഴുന്നുണ്ട്, പുഷ്പാർച്ചന നടത്തുന്നുണ്ട്, ബലിമണ്ഡപം വയ്ക്കുന്നുണ്ട്, അവിടെ കൊടി ഉയർത്തുന്നുണ്ട്. ആ പരേതനെ കൊണ്ടു ഉള്ള കാര്യങ്ങളും ആ പാർട്ടിക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയും ചെയ്തിട്ടുള്ള നന്മകളെക്കുറിച്ചും ഒക്കെ പ്രശംസിക്കുന്നുണ്ട്. അവരെ മറക്കാൻ പറ്റാത്ത ചിരഞ്ജീവികളായിട്ട് വാഴ്ത്തപ്പെടുന്നുണ്ട്. അതേപോലെ
നമുക്ക് മരിച്ചുപോയ പിതൃക്കൾക്ക് ചെയ്യേണ്ടുന്നതായ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ പ്രേതങ്ങൾ പിശാചുക്കളായി മാറുമെന്നാണ്. അപ്പോൾ കോപക പ്രേതസ്യ കുര്യ തനയ വി ഹനനം ച ആമയാദീൻ അനർത്ഥം. തനയന്മാരെന്ന് വെച്ചാൽ സന്താന പരമ്പരയ്ക്ക് വരെ ദോഷങ്ങളുണ്ടാക്കി കളയും. പിതൃക്കളുടെ കുഴപ്പമുള്ളവർക്ക് മക്കളുണ്ടാകാൻ പോരാ തടസ്സം ഉണ്ടാക്കി കളയും. ജനിക്കുന്ന പിള്ളേർക്ക് ഓട്ടിസം, അതേപോലുള്ള അംഗവൈകല്യം, കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനും യോഗം ഉണ്ടായിപ്പോകും. കോപക പ്രേതസ്യ കുര്യാൻ തനയ വി ഹനനഞ്ച, തനയന്മാരെ സന്താന പരമ്പരയെ അനിച്ചു കളയും. ആമയാദീൻ അനർത്ഥം. ആമയം എന്ന് വെച്ചാൽ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയാൽ പോലും അസുഖമൊന്നും ഇല്ലെങ്കിലും ക്ഷീണം, തളർച്ച, അസുഖം, അസ്വസ്ഥത, കുഴപ്പം ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ആശുപത്രിയിൽ പോകുമ്പോൾ നമുക്ക് പല കുഴപ്പങ്ങളുണ്ടെന്ന് പറയും. ഷുഗർ കുറവാണെന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് BP കൂടുതലാണ് കുറവാണെന്നൊക്കെ പറയും. അതൊക്കെ അവരുടേതായ മെഡിക്കൽ സയൻസിൻ്റെ ഭാഗമായിട്ട് പലതും പറയുമെങ്കിലും പിതൃക്കളുടെ പ്രീതി വരുത്തി കഴിക്കാൻ നിങ്ങൾക്ക് അസ്വസ്ഥതകൾ. എത്രയോ രൂപ നിങ്ങൾ ആശുപത്രി ചികിത്സയ്ക്ക് കൊടുക്കണോ? നിങ്ങൾ അമ്പലത്തിൽ പോയി പിതൃക്കൾക്ക് വെളിയിട്ട് നോക്ക്, നല്ലത് വരും. കാരണം കോപക പ്രേതസ്ഥ കുര്യ തനയ വിഹനനഞ്ച ആമയാദീൻ അനർത്ഥാമയം രോഗം. അനർത്ഥങ്ങളുണ്ട്. അർത്ഥ നേട്ടത്തിന് പകരം കോട്ടം. ഒരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച് അടുത്ത ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച് ഓരോരോ പാർട്സിനും ഓരോരോ ഡോക്ടറാണ് അല്ലേ. അപ്പോൾ നമുക്ക് കരളിനൊരു ഡോക്ടർ, വയറിനൊരു ഡോക്ടർ, അസ്ഥിക്ക് ഒരു ഡോക്ടർ, കണ്ണിനൊരു ഡോക്ടർ. അപ്പം ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഓരോ ഡോക്ടർമാരെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചികിത്സ ആവശ്യമാണ്. എങ്കിലും എന്ത് ചെയ്തിട്ടും ഒരു ഗുണവും കിട്ടണില്ലെന്ന് പറയുന്ന ആൾക്കാർ ധാരാളമുണ്ട്. കാരണം അതിന് മരുന്ന് വാങ്ങിക്കാൻ നിവർത്തിയില്ലാതെ ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നവരും ഉണ്ടെന്നുള്ളത് മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ വിചാരിച്ചു കൊള്ളണം. അങ്ങനെയുണ്ട്. കാരണം ഈ ജ്യോത്സ്യന്മാരടുത്താണ് ലാസ്റ്റിൽ വരുന്നത്. കാരണം പൈസയും തീർന്നു, മരുന്ന് വാങ്ങിക്കാനും നിവർത്തിയില്ല, ജീവിക്കാനും നിവർത്തിയില്ല, എനിക്ക് രോഗമാണോ ബാധയാണോ എന്ന് അറിയാൻ വേണ്ടി അവരൂടെ വന്നിരുന്ന് കഥനകൾ പറയുമ്പോഴാണ് നമുക്ക് ഈ ഫീൽഡിൽ നമുക്ക് ഗുണം കിട്ടാത്തവരെ കൊണ്ടുള്ള വിഷമതകൾ നേരിട്ടറിയാൻ പറ്റണത്. ഒരു ആശുപത്രിക്കാർക്ക് പോലും ചിലപ്പോൾ അത് അറിയാൻ പറ്റില്ല. കാരണം ആശുപത്രി ചെന്നാൽ ഡോക്ടർമാർക്ക് ഇത് അറിയാൻ പറ്റും. പോകാൻ പറ്റാത്ത മരുന്ന് വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്തവർ. അപ്പം അങ്ങനെ കോപക പ്രേതസ്യ കുര്യ പ്രേതങ്ങൾ കോപിച്ച സന്താന പരമ്പരയ്ക്ക് തത്പ്രീതി തതുകളുടെ പ്രീതി കിട്ടുന്നതിന് വേണ്ടി പിതൃഗണമന പ്രീണനം ശ്രാദ്ധകർമ്മ പിതൃക്കൊക്കെ ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുകയും ക്ഷേത്രപിണ്ഡം നടത്തുകയും തിലഹോമം തിലഹവനമത. തിലഹോമാണ് തിലഹവനമാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. തിലഹോമം തിലഹവനം ഇതൊക്കെ നടത്തുകയും ചെയ്ത പ്രീതാഹ പ്രേതങ്ങളെല്ലാം പ്രീതി വരും. വിദതി സകലക സമ്പദ സന്തതിഞ്ച. അങ്ങനെ നമുക്ക് സമ്പത്ത്, സന്തതി, ആയുസ്, ആരോഗ്യം ഇതൊക്കെ കൊണ്ട് നല്ല പരമ്പര ഉണ്ടായി നല്ല രീതിയിൽ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഋതുക്കളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാവും. അപ്തദീക്ഷാദി ലോപേന പ്രേതായാത പിശാചത സ്വജ്ജനാം ബാധമാനാസ്തെ ചരന്തീനി കലുസ്മൃതി. അപ്തദീക്ഷാദി ദീക്ഷ വയ്ക്കുക. പണ്ടത്തെ കാലത്ത് ഈ മരണാനന്തര ക്രിയ ചെയ്യുന്ന ആള് ഒരു വർഷത്തേക്ക് മീശ എടുക്കൂല, താടി എടുക്കൂല, മുടിയൊക്കെ വളർത്തി മുടി വെട്ടൂല, ഇങ്ങനെയൊക്കെയാണ്. അവർ അല്പദീക്ഷാദി ലോവേന അവരെ ചെയ്യുന്ന പിതൃകർമ്മങ്ങൾ ലോപിച്ചു പോയ പ്രേതായാത പിശാചത പ്രേതങ്ങൾ പിശാചികളായിട്ട് മാറും. സ്വജ്ജനാം ബാധമാനാസ്തേ ചരന്തീനി കലസ്മൃതി. സ്വജ്ജനങ്ങളെ ബാധകൾ ഉപദ്രവമായിട്ട് വരിക. ഈ ബാധയെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ഉപദ്രവമുള്ള സാധനം തന്നെയാണ്. ബാധ ഒഴിപ്പിക്കലിന് പാടില്ലെന്ന് കോടതി തീരുമാനിച്ച 2-3 ബാധയെ ഒഴിപ്പിക്കുന്നത് സർക്കാരാണ്. സർക്കാർ എന്തൊരു ബാധ ഒഴിപ്പിക്കും? ശത്രുബാധ ഒഴിപ്പിക്കുകയാണ് വ്യോമസേന, കരസേന, നാവികസേനയൊക്കെ. രോഗബാധ ഒഴിപ്പിക്കുകയാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെല്ലാം. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോട്ടെ, അത് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. തീ പിടിച്ചാലാ ചാലയെ തീ പിടിച്ചു അഗ്നിബാധ, അതിന് ഫയർഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതേപോലെ ശത്രുബാധ, ക്ഷുദ്രബാധ, പ്രേതബാധ, രോഗബാധ, ആഭിചാരബാധ, അപേക്ഷബാധ, ഇങ്ങനെ ഒരുപാട് ബാധകളുണ്ട്. അപ്പോൾ ഈ ബാധകൾക്കൊക്കെ രോഗബാധയ്ക്ക് മാത്രമേ നിങ്ങൾക്ക് ആശുപത്രിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പൂജകളും കർമ്മങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും കൊണ്ട് മാറി കിട്ടും. അബ്രഹ്മണോയെ പിതൃവംശജാത മാതൃസ്തത വംശഭാമതീയ
വംശോദ്വയേ അസ്മിൻ ദാസഭൂതാഃ അഭൃത്യാഃ തദൈവ ച ആശ്രിതസേവകശ്ച മിത്രാണി സഖിതാ പശവശ പുരുഷാഞ്ച സൃഷ്ടാഞ്ച കൃതോപകാരായ ജന്മാന്തരേ അഹം പിണ്ഡം ദമാമി എന്നാണ്. അബ്രഹ്മൺ അല്ലയോ ബ്രഹ്മം പ്രാപിച്ചിട്ടുള്ളത്, പിതൃവംശജാത, എൻ്റെ പിതൃവംശത്തിങ്കം ജനിച്ചു മരിച്ചു പോയിട്ടുള്ളവരെ, മാതൃസ്ഥത അങ്ങനെ അമ്മ വഴി മരിച്ചു പോയിട്ടുള്ളവരെ, വംശോദ്വയെ രണ്ട് വംശത്തിൻ്റെയും അസ്മിൻ അവിടുത്തെ ദാസഭൂതാഹ അവിടുത്തെ ദാസന്മാര് എന്ന് വെച്ചാൽ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യുന്ന അച്ഛനെ പോലെ സഹോദരനെ പോലെ ബന്ധുക്കളെ പോലെ തൊഴിലാളിയെപ്പോലെ മുതലാളിയെപ്പോലെ നമുക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ആളാണ് ദാസഭൂതന്മാർ. ഭൃത്യന്മാർ വെച്ചാൽ ജോലിക്കാർ, ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്യണവർ. ആശ്രിത സേവകർ, നമ്മളെ ആശ്രയിക്കുകയോ ചെയ്തിട്ടുള്ളവര്. സേവകശ നമ്മളെ സഹായിച്ചിട്ടുള്ളവരോ നമ്മൾ സഹായിച്ചിട്ടുള്ളവരോ. മിത്രാണി നമ്മുടെ കൂട്ടുകാര്. സഹിത പശുപശ വീട്ടിൽ വളർത്തിയിട്ടുള്ള ആട് മാട് കോഴി പട്ടി പൂച്ച മുതലായ ജീവജന്തുക്കള്. നിങ്ങൾ എത്ര പശുവിൻ്റെ പാല് കുടിച്ചിട്ടുണ്ട്? അല്ല ബീഫായിട്ടൊക്കെ കഴിക്കണമെങ്കിൽ എത്ര പശുവിൻ്റെ പോത്തിൻ്റെയൊക്കെ മാംസങ്ങൾ കഴിച്ചിട്ടുണ്ട്. മുട്ട കഴിക്കണമെങ്കിൽ എത്ര മുട്ട കഴിച്ചിട്ടുണ്ട്, എത്ര കോഴിയെ കഴിച്ചിട്ടുണ്ട്, എത്ര മീനിനെ തിന്നിട്ടുണ്ട്, എന്തെല്ലാം തിന്നിട്ടുണ്ട്, എത്ര ജീവജന്തുക്കളെ നമ്മൾ ഭക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ അതൊക്കെ നമുക്കുണ്ട്. നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ സൃഷ്ടാന്ത കൃതോപകാരായ ജന്മാന്തരി. അങ്ങനെ നമ്മളെ ദാസ സേവകശ മിത്രാണി സഹിത പശവശ വീട്ടിൽ വളർത്തിയിട്ടുള്ള പശുക്കള്. മിത്രാണി പശവശ വൃക്ഷാഞ്ച നമുക്ക് പഴങ്ങൾ തന്നിട്ടുള്ള പ്ലാവും മാവും വൃക്ഷങ്ങളും. സൃഷ്ടാഞ്ച നമ്മളെ സൃഷ്ടിപ്പെട്ടിട്ട് മരിച്ചു പോയിട്ടുള്ള അതിന് വേറൊരു ഭാര്യയുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മക്കളെ നമുക്ക് അറിയാൻ പറ്റൂല. പണ്ടത്തെ കാലത്തൊക്കെ മൂപ്പിലാന്മാർക്ക് ഇവിടെ ചെന്നാലും ഭാര്യയും ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ കുടുംബ കോടതിയിലായിരുന്നു. എല്ലാ വീട്ടിലും അവർക്ക് സ്വാഗതമായിരുന്നു. എല്ലാ മക്കളെയും ഒരുപോലെ, എല്ലാ ഭാര്യയും ഒരുപോലെയൊക്കെ നോക്കുമായിരുന്നു. ഇപ്പോൾ ഒരു ഭാര്യ കളയാതെ തന്നെ വേറൊരാളുടെ സംസാരിച്ചാൽ തന്നെ അടിയുണ്ടാകുന്ന കാലഘട്ടം. കൃതോപകാരായ ജന്മാന്തരെ, പൂർവ്വജന്മത്തിങ്കൾ നമുക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവരെ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയാണ് അഹം പിണ്ഡം ദമാമി, ഈ പിണ്ഡം നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പൂജകളും ബലിക്രിയാദികളൊക്കെ നടത്തി പിതൃക്കൾക്ക് വേണ്ടിയുള്ള മോക്ഷപ്രാപ്തി ക്രിയാദികൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഈ പിതൃക്കളുടെ മുക്തിക്ക് വേണ്ടി ഒരു ഫലം ഉണ്ട്, പൂജയുണ്ട്. മഹാസുദർശന പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. ആ സുദർശന പൂജയിൽ ദേവശാപം, ബ്രാഹ്മണശാപം, സർപ്പശാപം, ഈ പിതൃശാപം, ആളുകളുടെ ആഭിചാര ദോഷങ്ങൾ, അതേപോലെ ഈ കുടുംബത്തിൽ നമ്മുടെ പൂർവികന്മാർ എന്തെങ്കിലുമൊക്കെ ദ്രോഹങ്ങളൊക്കെ ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദുരിതങ്ങളും കുഴപ്പങ്ങളും ഒക്കെ നമ്മളറിയാതെ ചിലപ്പോൾ കാണും. ഒരു പോലീസുകാരനാണെങ്കിൽ ഒരാളെ പിടിച്ചാൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ശപിക്കുന്നത്, ഒരു ജഡ്ജിയാണെങ്കിൽ തൂക്കിക്കൊല്ലാൻ വെച്ച് ആ ശാപമൊക്കെ അയാളെ മക്കൾക്കും കുടുംബത്തിനും വംശം തന്നെ ഇല്ലാതാക്കി കളയും. ചില മക്കളുള്ളത് ജഡ്ജിയുടെ പരമ്പരയെ പെടുന്നവർക്ക് മക്കളും ഭാര്യയും ബന്ധമൊന്നും ഇല്ലാതെ വംശം തീർന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങൾ ഏതൊരു വ്യക്തിയായിരുന്നാലും മറ്റുള്ളവരുടെ മനസ്സിന് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത ന്യായം ചെയ്യണമെന്ന് കുഴപ്പമില്ല. ന്യായമല്ലാത്ത അന്യായം ചെയ്യുന്ന ആൾക്കാർക്ക് ദോഷമെന്നുണ്ടെങ്കിൽ ഭഗവാൻ കൂലി കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ വിഷമതകൾ പരമ്പരയെ ബാധിക്കും. ഇതിനൊക്കെ സുദർശന പൂജ നടത്തി ഈ ദോഷങ്ങൾ ആവാഹിച്ച് മാറ്റിക്കൊണ്ട് എന്ന 7 തലമുറ നശിക്കാനുള്ള ശാപദോഷങ്ങൾ 7 കൊല്ലം കൊണ്ടെങ്കിലും മാറിക്കിട്ടും. എല്ലാ പിതൃക്കൾക്കും കുടുംബദേവന്മാർക്കും നാഗത്താന്മാർക്കും ഭൂതത്താന്മാർക്കും എല്ലാം കഴിയും വിധത്തിലുള്ള പൂജകളും നമ്മൾ കുടുംബദേവനെ ഭജിക്കണം, ഗ്രാമദേവനെ ഭജിക്കണം, ഇഷ്ടദേവനെ ഭജിക്കണം. പിന്നെ നമ്മളെ സ്നേഹത്തോടു കൂടി ആർക്കൊരു ദ്രോഹം ചെയ്യാതെ തന്നെ പുണ്യം ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച നമുക്ക് ജനിച്ചവർക്കും മരിച്ചവർക്കും എല്ലാം നല്ല മോക്ഷവും പുണ്യമൊക്കെ കിട്ടും. അങ്ങനെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ഗുരുക്കന്മാരുടെയും പിതൃക്കളുടെയും അനുകൂലങ്ങളും സഹായങ്ങളും ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ അമാവാസി ദിവസം പിതൃക്കൾക്ക് ബലി, തിരഹോമം, പായസ വഴിപാടുകളൊക്കെ ഉണ്ട്. വിശേഷിച്ചും ബലികർമാദികൾക്ക് വളരെ പ്രാധാന്യമാണ്. പൂജ ചെയ്യാനും ബലികർമാദി നടത്താൻ താല്പര്യമുള്ളവർ ക്ഷേത്രത്തിൽ എത്തിച്ചേരേണ്ടതാണ്. പൂജകളും വഴിപാടുകളും നടത്തേണ്ടുന്ന ആൾക്കാർ ഇതിൻ്റെ വാട്സപ്പിലേക്ക്
മെസ്സേജുകൾ അയക്കുക. നന്ദി, നമസ്കാരം.